ഇപ്പോൾ നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം പോരാ, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ നമ്മൾ അതിൽ നിന്ന് മാറ്റുന്നു. അത്തരത്തിലെ യാതൊരുവിധ പരിഗണനയും കൂടാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്ന ഇടത്ത് എന്തുകൊണ്ടാണ് ഇത്രയും മൃഗീയമായ പ്രശ്നങ്ങൾ, ഇത്രയും ക്രൂരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കേണ്ടി വരുന്നത്? നമ്മൾ റെമിനൻസ് എന്ന് പറയാവുന്ന പഴയ മൂല്യബോധത്തിൻ്റെ ഘടനാപരമായ സിസ്റ്റത്തിൻ്റെ ചുറ്റിനകത്താണ് നമ്മൾ ഈ നിൽക്കുന്നത്. നമ്മളിപ്പോൾ സ്വതന്ത്രമായ സമൂഹമൊന്നും ഉണ്ടായിട്ടില്ല. ജനാധിപത്യം പ്രാക്ടീസ് ആരംഭിച്ചിട്ട് പോലും ഇല്ലാത്തതാണ്. ക്ലാസ് റൂമിലുണ്ടോ ജനാധിപത്യം? കോടതിയിലുണ്ടോ? പോലീസ് സ്റ്റേഷനുണ്ടോ? എന്തിനാ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലുണ്ടോ? വില്ലേജ് ഓഫീസിലുണ്ടോ? എവിടെയാണ് ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നത്? കാരണം ഈ ഘടന മാറ്റിയിട്ടില്ല. അഴിച്ചു പണിയേണ്ടതുണ്ട് നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും. അത് ഇതുവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പഞ്ചായത്ത് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ നമ്മൾക്ക് ഇതുവരെയും ഈ ഇരിക്കുന്ന സ്ഥാപനങ്ങൾ 1950 ഇന്ത്യ റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഇരിക്കുന്ന ജഡ്ജിക്കോ വില്ലേജ് ഓഫീസർക്കോ എൻ്റെ മുന്നേ വന്നിരിക്കുന്ന ഈ ആള് പ്രജയല്ല പൗരനാണെന്ന് തോന്നിയ എവിടെമെങ്കിലും ഉണ്ടോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ. ഈ സ്ഥാപനങ്ങൾ അഴിച്ചു പണിയേണ്ടതുണ്ടെന്നുള്ളതാണ്. വീട്ടിലറിഞ്ഞിട്ടില്ല, നാട്ടിലറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെയാണ്? ഇപ്പം ഈ വേദി ഉണ്ടാക്കുന്ന രീതി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. പൊക്കത്തിലിരുത്തി നമ്മളെ ഇരുത്തും, നമ്മളെ സ്പെഷ്യലാക്കും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ കെട്ടിടം, ഈ ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടത്തിനകത്ത് ഇങ്ങനെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സെക്രട്ടേറിയറ്റിനകത്ത് ജനപ്രതിനിധികൾ പോയാൽ രാജാവായി മാറാനേ പറ്റൂ. വലിയ മുറി, വലിയ കസേര, വലിയ മേശ, അതിനെ മുന്നേ ഇരുന്ന് മറ്റുള്ളവരെ ചെറുതാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണിതെല്ലാം. നിങ്ങൾ ഈ കാണുന്ന ഒരു സ്ഥാപനത്തിനകത്തും നമുക്ക് ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാനൊക്കത്തില്ല. ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഘടനാപരമായി ഈ സ്ഥാപനങ്ങളെ അഴിച്ചു പണിയണം. പുറവശത്ത് പുതിയ വീട് ഉണ്ടാക്കുമ്പോൾ ഇന്നും അടുക്കള പുറവശത്താണെന്നുള്ള കാര്യം മറക്കണ്ട. പുറയിൽ കൂടെ കയറുന്ന വാതില്, ജോലിക്കാർ വരേണ്ട വഴി വേറെ, പുറയിലിടുന്നത് വിവേചനമാണെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് പുതിയ വീടുണ്ടാക്കുന്നവരുടെ കാര്യം പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഈ ഘടന മാറ്റേണ്ടതുണ്ട്, ഈ ഇരിപ്പ് മാറ്റേണ്ടതുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്ഥാപനങ്ങളിനകത്ത് നമ്മൾ ഈ വിചാരിക്കുന്നത്, ഞാനൊരു ഉദാഹരണത്തിന് പറയാറുള്ളതാണ്. തോക്ക് തന്നിട്ട് പ്രണയിക്കാൻ പറഞ്ഞാൽ എങ്ങനെ പറ്റും? ജനാധിപത്യം ഈ സ്ഥാപനങ്ങളിലൂടെ സാധ്യമല്ല. നമ്മൾ ആകെ വിചാരിക്കുന്നത് അഴിമതിയില്ലാത്ത നേതാക്കന്മാരെ തിരഞ്ഞെടുത്താൽ പ്രശ്നം പരിഹരിച്ചെന്ന്. അത് നല്ല ജഡ്ജിയും ചീത്ത ജഡ്ജിയും ഇല്ല. ജഡ്ജി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും മോശം. രാജാവായിരിക്കുന്നതാണ് മോശം. ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നതാണ് മോശം. എന്താണ് ഈ ചീഫ് സെക്രട്ടറി? സുപ്രീം കോടതി. നിങ്ങളിതൊന്നൊക്കെ ആലോചിച്ച് നോക്കൂ. എന്തൊന്ന് കുന്തമായതൊക്കെ. രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സുപ്രീം കോടതി വരെ പോയാൽ എന്ത് സംഭവിക്കും? 25-30 വർഷം ഒരു പ്രയോജനം ഇല്ലാത്ത വക്കീലന്മാർക്ക് കാശ് കൊടുക്കാനും മജിസ്ട്രേറ്റർമാർക്ക് കൊള്ളയടിക്കാനും മാത്രമേ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അറിയണം. ഈ സ്ഥാപനങ്ങൾ അഴിക്കണം. ഇതിനെയാണ് ഭരണകൂടം എന്ന് ഈ ആളുകൾ പറയുന്നത്. അഴിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകണം. ട്രാൻസ്ഫർ പാടില്ലാത്ത സ്ഥലം ഉണ്ടാകണം. ട്രാൻസ്ഫർ എന്തിനാണ് ഉണ്ടാക്കിയത്? ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവർ ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് വേരുണ്ടാകാതിരിക്കാൻ, രാഷ്ട്രീയ ബന്ധം ഉണ്ടാകാതിരിക്കാൻ ഉണ്ടാക്കിയതാണ് ട്രാൻസ്ഫർ. ഇന്ന് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണത്? പൗരന് രാഷ്ട്രീയ ബന്ധം വേണ്ടേ? ഒരു കളക്ടർ 1 വർഷം 2 വർഷമാണ് ഒരു സ്ഥലത്തിരിക്കുന്നത്. എന്തിനാണത്? എന്ത് ചെയ്യാനാണ്? ഇതൊന്നും ആലോചിക്കാതെ ഈ 75 കൊല്ലം യൂസ്ലെസ് ആയിട്ട് കുറേ യൂസ്ലെസ് ആയ ആൾക്കാരെ 25-30 രാജാക്കന്മാരെ ഉണ്ടാക്കുന്ന പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് അഴിക്കണം. ഇത് വീട് അഴിക്കണമെന്ന് ഞാൻ പറയുമ്പം കുടുംബത്തിൽ തുല്യരായ മനുഷ്യരെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ അഴിക്കേണ്ടതുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. അല്ലാതെ നല്ല സംശുദ്ധ രാഷ്ട്രീയം ഇതായിരുന്നു ഞാനും എല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നത്. അങ്ങനെയല്ല. ഈ സ്ഥാപനങ്ങൾ ഡീസെൻട്രലൈസ് ചെയ്യേണ്ടതുണ്ട്.
നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡൈവോഴ്സ് കേസ് ഒന്നും ഒരു കാലത്തും എങ്ങും പോകണ്ട, പഞ്ചായത്തിൽ തീരണം. സമാന്തരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം. മറ്റേത് അവസാനം യൂസ്ലെസ് ആക്കി മാറ്റേണ്ടതുണ്ട്. പഞ്ചായത്തിനകത്ത് കോർട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ല നമ്മളെല്ലാവരും കൂടെ ഈ യൂസ്ലെസ് ആയ കോർട്ടിലൊന്നും പോകരുത്. 5 കോടി കേസ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ഡിനൈഡ് എന്ന് അറിയുന്നവരാണ് ആ ഇരിക്കുന്നവർ മുഴുവനും. 2 മാസം അവധിയെടുത്ത് മാറിയിരിക്കും, മാറ്റിവെച്ച് ഭീകരപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ജനാധിപത്യം പ്രതീക്ഷിക്കുന്നതാണ് വിചാരിക്കുന്നത്? നമ്മൾ എലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേസ്റ്റാണെന്ന്. ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ജനാധിപത്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഈ പറയുന്നതാണ് കുടുംബത്തിനെ പറ്റി പറയുന്നത്. ഒറ്റ ഒരാളും അയാളുടെ എക്സ്റ്റൻഷനുമായിട്ടുള്ള ഭാര്യമാരുള്ള അന്ന് ഭയങ്കര സമാധാനമാണെന്നാണ്. പഴയ കുടുംബത്തിൽ അത് ഭയങ്കര സമാധാനമാണ്. കാരണം അവിടെ ഒരാളെ ഉള്ളൂ. 2 പേരുള്ള കുടുംബങ്ങളും 4 പേരുള്ള കുടുംബങ്ങളും മക്കളും കൂടെ ഉള്ള കുടുംബങ്ങളും ഒക്കെ ഉണ്ടാകണം. എന്നാലേ ജനാധിപത്യമാവുള്ളൂ.